ദൈവത്തിന് സ്തുതി. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളത് അത്രയെ നാം അന്വേഷിക്കുന്നത്. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. 131ാമത് മാരാമൺ കൺവെൻഷന്റെ 6ാം ദിനത്തിലെ പ്രഭാത യോഗത്തിൽ പങ്കെടുക്കുന്ന അഭിമന്യ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത തിരുമേനിയെയും മറ്റ് തിരുമേനിമാരെയും വികാരി ജനറൽ അച്ഛന്മാരെയും വൈദികരെയും സുവിശേഷകരെയും സേവനിമാരെയും വിശ്വാസ സമൂഹത്തെയും ഓൺലൈനായി ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ദൈവജനത്തെയും സ്വാഗതം ചെയ്യും. സഭയുടെ അടിസ്ഥാനം ദൈവപുത്രനായ ക്രിസ്തു എന്ന വിശ്വാസമാണ്. ഈ വിശ്വാസം ഉറയ്ക്കേണ്ടത് കുടുംബ ജീവിത പശ്ചാത്തലങ്ങളിൽ നിന്ന് തന്നെയാണ്. വിശ്വാസ ജീവിതത്തിൽ അറിവ് അനുഭവമായി മാറണം. ക്രിസ്തുവിനെ കുറിച്ചുള്ള ഈ അറിവും അനുഭവവും തന്നെയാണ് സഭയ്ക്ക് ഇന്ന് ആവശ്യം. എന്നാൽ ഈ കാലഘട്ടത്തിൽ പലപ്പോഴും വിശ്വാസത്തിന് വിലയില്ലാതായി പോകുന്നു. വിശ്വാസത്തിന്റെ മൂല്യച്യുതിയുടെ സമയക്രമത്തിൽ യേശുവിലുള്ള വിശ്വാസം മുറുകെ പിടിക്കുകയും തലമുറകൾക്ക് പകർന്നു നൽകുവാനും സാധിക്കണം. സൃഷ്ടിയായ നമ്മുടെ അസ്തിത്വം യേശുവിലാണ് എന്നൊരു ഉത്ബോധം നമുക്ക് രൂപപ്പെടണം. സത്യവചനത്തെ യഥാർത്ഥമായി ലോകത്തോട് വിളിച്ചു പറയുവാൻ നമുക്ക് കഴിയണം. ക്രിസ്തു ആരാണ് എന്ന് ശബ്ദമുയർത്തി പറയുവാൻ സാധിക്കണം. അവൻ നമ്മുടെ കർത്താവും ദൈവവുമാണ്. ആയതിനാൽ ക്രിസ്തു ഭാവം നമ്മിലേക്ക് പകരപ്പെടേണ്ടതാണെന്ന് അഭിമന്യ തോമസ് മാർ തീമോത്തിയോസ് എപ്പിസ്കോപ്പ തിരുമേനി ഇന്നലത്തെ സായാഹ്ന യോഗത്തിൽ ആഹ്വാനം ചെയ്തു. രാവിലെ 7:30 CSSMന്റെ നേതൃത്വത്തിൽ കുട്ടിപ്പന്തൽ നടത്തുന്ന കുട്ടികളുടെ യോഗവും പന്തൽ നടത്തപ്പെടുന്ന ബൈബിൾ ക്ലാസും നാളെ സമാപിക്കും. ഇന്നലെ രാവിലത്തെ യോഗത്തിൽ അഭിമന്യ ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പ തിരുമേനിയും ഉച്ചയ്ക്ക് നടന്ന യോഗത്തിൽ റൈറ്റ് റവറൻഡ് ഡോക്ടർ പോൾ സ്വരൂപും മുഖ്യ സന്ദേശം നൽകി. ഈ യോഗത്തിൽ അഭിമന്യ ഡോക്ടർ ജോസഫ് മാർ ബർന്നബാസ് ആഫ്രിക്കൻ മെത്രാപ്പൊലീത്ത തിരുമേനി അധ്യക്ഷത വഹിക്കുന്നു. റവറൻഡ് മോളോ വിൽസൺ മെസ്വാൻഡിലെ മുഖ്യ സന്ദേശം നൽകും. സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ വരുമാന മാർഗങ്ങളായ ആണ്ടുവരി, ആദ്യഫലം, ഉപോഷണം, ബാഹ്യ കേരള മിഷൻ, മിഷൻ സൺഡേ, സംഘം സ്നേഹിതർ, മറ്റ് പ്രത്യേക സംഭാവനകൾ എന്നിവ സംഘം സ്റ്റാളുകളിൽ നൽകാവുന്നതാണ്. കൺവെൻഷന്റെ ഈ യോഗത്തിൽ സ്തോത്രകാഴ്ച ശേഖരിക്കുന്നതാണ്. ഔദാര്യമായി സ്തോത്രകാഴ്ചയിൽ പങ്കുചേരുക. കൺവെൻഷനിൽ നേരിട്ട് പങ്കെടുക്കുവാൻ കഴിയാത്തവർക്ക് സ്തോത്രകാഴ്ച ഓൺലൈനായി നൽകുന്നതിനുള്ള ക്രമീകരണവും QR കോഡും ലഭ്യമാണ്. ഇന്നത്തെ യോഗത്തിൽ CSI സഭയുടെ കൊല്ലം കൊട്ടാരക്കര ഭദ്രാസനത്തിന്റെ നവാഭിഷിക്തനായ അഭിമന്യ ജോസ് ജോർജ് തിരുമേനിയും സഹധർമ്മിണിയും സംബന്ധിക്കുന്നു. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെയും മാരാമൺ കൺവെൻഷന്റെയും പ്രാർത്ഥന ആശംസകൾ പങ്കുവയ്ക്കുന്നു. അഭിമന്യ ജോസ് ജോർജ് തിരുമേനിയും സഹധർമ്മിണിയും സ്വാഗതം ചെയ്യുന്നു. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് സംബന്ധിക്കുന്നു. ഡോക്ടർ ഉഷ ടൈറ്റസ് IAS മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ഈ യോഗത്തിൽ സംബന്ധിക്കുന്നു. ഡൽഹി ഇൻകം ടാക്സ് പ്രിൻസിപ്പൽ കമ്മീഷണർ റാം മോഹൻ സിംഗിന്റെ സഹധർമ്മിണി മാർത്തോമ സഭ അംഗമായിരുന്ന മിസസ് സജി കോശി സിംഗ് ഈ യോഗത്തിൽ സംബന്ധിക്കുന്നു. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയുടെ ചെയർമാൻ ഡോക്ടർ KG അലക്സാണ്ടർ സംബന്ധിക്കുന്നു. ഫിലിം ആക്ടർ ശ്രീ മോഹൻ അയ്യൂർ സംബന്ധിക്കുന്നു. പ്രിയപ്പെട്ടവരെ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ഫെഡറൽ ബാങ്കിന്റെ ATM കൺവെൻഷൻ പന്തലിന് പിന്നിൽ പ്രവർത്തിക്കുന്നു. നമ്മുടെ കൺവെൻഷനിൽ ലഭിക്കുന്ന സ്തോത്രകാഴ്ച, മറ്റ് സാമ്പത്തിക കാര്യങ്ങളെല്ലാം അതത് ദിവസം അക്കൗണ്ട് ചെയ്തു വരുന്നത് ഫെഡറൽ ബാങ്ക് മുഖേനയാണ്. ഫെഡറൽ ബാങ്ക് തിരുവല്ല റീജിയണൽ
ഹെഡ് ശ്രീ വിനോദ് ബി, കോട്ടയം സോണൽ വൈസ് പ്രസിഡന്റ് ശ്രീമതി പ്രീത ബാലൻ, കോഴഞ്ചേരി ബ്രാഞ്ച് മേധാവി ശ്രീ അജിത് ഗോപി, കോട്ടയം സോൺ അസിസ്റ്റന്റ് മാനേജർ അഖിലേഷ് ഗോപിനാഥ് എന്നിവർ പങ്കെടുക്കുന്നു. സ്വാഗതം ചെയ്യുന്നു. സുവിശേഷ പ്രവർത്തനങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നതിനും മിഷൻ പ്രവർത്തനങ്ങളെ അടുത്ത് അറിയുന്നതിനും സഹായിക്കുന്ന ക്രിസ്തീയ കുടുംബ മാസികയായ സുവിശേഷ ദൂതൻ അതിന്റെ വരിസംഖ്യ നൽകി. അതിൽ അംഗങ്ങളായി തീരുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണമേ. വാർഷിക വരിസംഖ്യ 200 രൂപയും ആയുഷ്കാല വരിസംഖ്യ 2000 രൂപയുമാണ്. മണൽപ്പുറത്തുള്ള സുവിശേഷ സംഘം സ്റ്റാളുകളിലോ സുവിശേഷയുടെ പക്കൽ പണമടച്ചോ സുവിശേഷ ദൂതന്റെ വരിക്കാരാകാവുന്നതാണ്. പൂർണ്ണ സമയ സുവിശേഷ വേലയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ താല്പര്യപ്പെടുന്ന 12 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ പ്രതിഷ്ഠാ ശുശ്രൂഷ ഇന്ന് കോഴഞ്ചേരി സെന്റ് തോമസ് മാർത്തോമാ പള്ളിയിൽ നടന്നു. അഭിമന്യ മാത്യൂസ് മാർ സെറാഫി എപ്പിസ്കോപ്പ തിരുമേനി പ്രതിഷ്ഠാ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി. 12 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കായി നാളെ പ്രത്യേക പ്രതിഷ്ഠാ ശുശ്രൂഷ കോഴഞ്ചേരി സെന്റ് തോമസ് മാർത്തോമാ പള്ളി രാവിലെ 7:30 മണിക്ക് ക്രമീകരിച്ചിട്ടുണ്ട്. താല്പര്യപ്പെടുന്നവർ മാതാപിതാക്കളോടൊപ്പം ശുശ്രൂഷയിൽ പങ്കെടുക്കണം. അഭിമന്യ ഡോക്ടർ മാത്യൂസ് മാർ മക്കാരിയോസ് എപ്പിസ്കോപ്പ തിരുമേനി ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകും. മണൽപ്പുറം പ്രകൃതി സൗഹൃദമായി സൂക്ഷിക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കണം. മാലിന്യങ്ങൾ മണൽപ്പുറത്തും നദിയിലും വലിച്ചെറിയാതെ മാലിന്യ സംഭരണികളിൽ മാത്രം ഉപേക്ഷിക്കണം. നദിയിൽ ഇറങ്ങുവാനോ സെൽഫിയോ ഫോട്ടോയോ എടുക്കുവാനോ ആരും ശ്രമിക്കരുത്. സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ നൽകുന്ന നിർദ്ദേശങ്ങൾ ഏവരും പാലിക്കണം. സുവിശേഷ പ്രസംഗ സംഘത്തിന്റെയും മാർത്തോമാ സഭയുടെയും DSMCയുടെയും ഔദ്യോഗിക യൂട്യൂബ് ചാനലുകളും ഫേസ്ബുക്ക് പേജിലും മാർത്തോമാ വിഷൻ ചാനലിലും വേൾഡ് ടു വേൾഡ് ടെലിവിഷൻ ചാനലിലും മാരാമൻ കൺവെൻഷന്റെ തത്സമയ സംപ്രേഷണം ലഭ്യമാണ്. ഇന്ന് ക്രമപരിപാലനം നടത്തുന്നത് കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിലെ വൈദികരുടെ നേതൃത്വത്തിലാണ്. ക്രമപരിപാലനത്തിന് നിയോഗിക്കപ്പെട്ട വൈദികരുടെയും ചുമതലപ്പെട്ടവരുടെയും നിർദ്ദേശങ്ങൾ ഏവരും പാലിക്കണം. പന്തലിനുള്ളിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രത്യേക സ്ഥലം വാർതിരിച്ചിട്ടുണ്ട്. അതിന് വ്യത്യസ്തമായ സമീപനങ്ങൾ ഉണ്ടാകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ക്രമപരിപാലനത്തിന് നിയോഗിക്കപ്പെട്ട വൈദികരുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം. അതുപോലെ കൊച്ചു കുട്ടികളുമായി വരുന്ന അമ്മമാർക്ക് കുട്ടിപ്പന്തലും സൗകര്യപ്രദമായി ഉപയോഗിക്കാവുന്നതാണ്. കുട്ടിപ്പന്തലിന് സമീപത്തായി ഒരു ഫീഡിംഗ് റൂമും ഒരുക്കിയിട്ടുണ്ട്. ഈ ക്രമീകരണങ്ങൾ അതുപോലെ പാലിക്കുവാൻ ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കണമെന്ന് സ്നേഹപൂർവം ഓർമ്മിപ്പിക്കുന്നു. 16 പുതിയ പാട്ടുകൾ ഉൾപ്പെടെ 101 പാട്ടുകൾ അടങ്ങിയ പാഠ്യപുസ്തകവും ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത മലയാളം പാട്ടുകളോട് കൂടിയ പാഠ്യപുസ്തകവും ലഭ്യമാണ്. പുതിയ പാട്ടുകളുടെ CD 100 രൂപയ്ക്കും പെൻഡ്രൈവ് 400 രൂപയ്ക്കും ലഭിക്കും. പാഠ്യപുസ്തകങ്ങൾ ബുക്ക് ചെയ്യുന്നുള്ള സൗകര്യം സുവിശേഷ സംഘം സ്റ്റാളുകൾ ഉണ്ടായിരിക്കും. ഡോക്ടർ മാത്യൂസ് മാർ അത്തനേഷ്യസ് മെമ്മോറിയൽ ഗോസ്പൽ ടീം മെമ്മോറിയൽ ഗോസ്പൽ ടീം മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ സഞ്ചാര സുവിശേഷ സംഗീത സംവേദന വിഭാഗമാണ്. കുടുംബ നവീകരണ ധ്യാനം, കൺവെൻഷനുകൾ, സംഗീത പരിപാടികൾ, സൺഡേ സ്കൂൾ, യുവജന സഖ്യം, സേവികാ സംഘം, ഇടവക മിഷൻ, സീനിയർ സിറ്റിസൺ സംഘടനകൾക്കുള്ള ധ്യാനയോഗങ്ങൾക്കും നേതൃത്വം നൽകുന്നു. ഗോസ്പൽ ടീമിന്റെ സുവർണ ജൂബിലിയോട് ചേർന്ന് വചനയാനം എന്ന യാത്രയിലൂടെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള നമ്മുടെ ഇടവകളും മിഷൻ ഫീൽഡുകളും സന്ദർശിച്ച് നടത്തിയ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമായിരുന്നു. ഇടവകളും മിഷൻ ഫീൽഡുകളും ഗോസ്പൽ ടീമിന്റെ സന്ദർശനവും ധ്യാനവും തുടർന്ന് ക്രമീകരിക്കുന്നതിൽ താല്പര്യപ്പെടണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മാർത്തോമാ കോളേജ് ഫോർ മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ കീഴിൽ ഉന്നത നിലവാരത്തോടുകൂടി പ്രവർത്തിച്ചു വരുന്ന മാർത്തോമാ കോളേജ് ഫോർ മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി മാക്മാറ്റിന്റെ സ്റ്റാൾ മണർപ്പുറത്ത് പ്രവർത്തിച്ചു വരുന്നു. MBA, BBA വിത്ത് LLB, BCom ഫൈനാൻഷ്യൽ ടെക്നോളജി, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നീ കോഴ്സുകളും വരുന്ന അക്കാദമിക് ഇയർ മുതൽ ആരംഭിക്കുന്നു.
കൂടാതെ LBSന്റെ വിവിധ തൊഴിൽ അധിഷ്ഠിത കോഴ്സുകൾക്കും വിദ്യാർത്ഥികൾക്ക് ചേരാവുന്നതാണ്. വിശദാംശങ്ങൾക്കും പേരുകൾ രജിസ്റ്റർ ചെയ്യുന്നതിനും മണൽപ്പുറത്ത് കോഴഞ്ചേരി ഭാഗത്ത് പ്രവർത്തിക്കുന്ന സ്റ്റാൾ സന്ദർശിക്കുക. മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ മലങ്കര സഭാധാരികയുടെ സ്റ്റാൾ മണൽപ്പുറത്ത് പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ ഭവനങ്ങളിലും സഭാധാരികയുടെ വരിക്കാരാകുന്നതിനും നിലവിലുള്ളത് പുതുക്കുന്നതിനും സ്റ്റാൾ സന്ദർശിച്ച് ഉപയോഗപ്പെടുത്താവുന്നതാണ്. മാർത്തോമാ വിഷൻ, മാർത്തോമാ സഭയുടെ ഔദ്യോഗിക ഓൺലൈൻ ചാനൽ മാർത്തോമാ വിഷൻ അനുഗ്രഹീതമായി പ്രവർത്തിക്കുന്നു. സഭയുടെയും സംഘടനകളുടെയും വിവിധ പരിപാടികൾ, വിശേഷങ്ങൾ, വാർത്തകൾ തുടങ്ങിയവ മാർത്തോമാ വിഷനിലൂടെ വിശ്വാസികളിലേക്ക് എത്തുന്നു. മാർത്തോമാ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. മാർത്തോമാ മെഡിക്കൽ മിഷൻ നമ്മുടെ കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയുടെ സുപ്രധാന ഭാഗമായിരുന്ന സൗഖ്യദായക ശുശ്രൂഷ സഭയിലൂടെയും മറ്റ് ആതുര ശുശ്രൂഷ രംഗങ്ങളിലൂടെയും തുടർന്ന് വരുന്നു. സാധാരണ ജനങ്ങൾക്കും മികച്ച വൈദ്യസേവനം ഉറപ്പാക്കിയെന്ന ലക്ഷ്യത്തോടെ മാർത്തോമാ മെഡിക്കൽ മിഷന്റെ ചുമതലയിൽ കറ്റാനം സെയിന്റ് തോമസ് മിഷൻ ആശുപത്രി, കുമ്പനാട് മാർ ക്രിസോസ്റ്റം ഫെലോഷിപ്പ് മിഷൻ ആശുപത്രി, ചുങ്കത്തറ മാർത്തോമാ ആശുപത്രി എന്നിവ പ്രവർത്തിക്കുന്നു. കറ്റാനം ആശുപത്രിയോട് ചേർന്ന് MSc, BSc, ജനറൽ നഴ്സിംഗ്, B.Pharm, D.Pharm എന്നീ കോഴ്സുകൾ നടത്തുന്നു. കുമ്പനാട് ആശുപത്രിയിൽ AM ജെറിയാട്രിക് സെന്ററിന്റെ പ്രവർത്തനങ്ങളും കമ്മ്യൂണിറ്റി പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ചുങ്കത്തറ ആശുപത്രിയിൽ 10 ഡയാലിസിസ് യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നു. മെഡിക്കൽ മിഷന്റെ ഓഫീസ് മണൽപ്പുറത്ത് പ്രവർത്തിക്കുന്നു. ഭദ്രാസനങ്ങളും മിഷൻ ഫീൽഡുകളും ചെന്നൈ, ബാംഗ്ലൂർ ഭദ്രാസനം 4 സംസ്ഥാനങ്ങളെ 2 കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും ഗൾഫ് മേഖലയിലുമായി 78 ഇടവകളും 68 കോൺഗ്രിഗേഷനുകളും 54 ചാപ്പലുകളും 46 മിഷൻ കേന്ദ്രങ്ങളും ചെന്നൈ, ബാംഗ്ലൂർ ഭദ്രാസനത്തിൽ ഉൾപ്പെടുന്നു. സജീവ സേവനത്തിലുള്ള 97 വൈദികരും വിരമിച്ച 5 വൈദികരും മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ 125ഓളം സുവിശേഷകരും ഭദ്രാസനത്തിന്റെ 60 സുവിശേഷകരും ഉൾപ്പെടുന്നതാണ് ഭദ്രാസനം. പട്ടക്കാട് വാർഷിക സമ്മേളനം, യുവജന സമ്മേളനം, ഭദ്രാസന സൺഡേ സ്കൂൾ ക്യാമ്പ്, സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പ്, കൺവെൻഷനുകൾ തുടങ്ങിയവ സംഘടിപ്പിച്ചു വരുന്നു. ഭദ്രാസനത്തിന്റെ സാമൂഹിക പ്രവർത്തനങ്ങളുടെ ഭാഗമായി അൻപിൻകരം എന്ന പേരിൽ കുറുവാക്കുളം മിഷന്റെ നേതൃത്വത്തിൽ HIV/AIDS ബാധിതരുടെ പുനരധിവാസ പദ്ധതി നടത്തുന്നു. അഭിമന്യ പത്മഭൂഷൺ മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്തായുടെ ജന്മശതാബ്ദിയോട് ചേർന്ന് ചെന്നൈ സെൻട്രൽ, ചെന്നൈ